ദക്ഷിണ ഇറാനിലെ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിൽ വൻ സ്ഫോടനം. ഷഹീദ് രജി തുറമുഖത്തുണ്ടായ സ്ഫോടനത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. 500-ലേറെ പേർക്ക് പരിക്കേറ്റ് ചികിത്സയിലാണ്. തുറമുഖത്തെ കണ്ടെയ്നർ യാർഡിലാണ് സ്ഫോടനമുണ്ടായത്. നിലവിൽ അട്ടിമറി സാധ്യതയൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നും ഭീകരാക്രമണ സാധ്യതയുൾപ്പെടെ പരിശോധിക്കുകയാണെന്നും ഇറാൻ അറിയിച്ചു. ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ നിന്നും 1000 കിലോമീറ്റർ അകലെയുള്ള തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിലാണ് സ്ഫോടനമുണ്ടായത്. ഒമാനിൽ യുഎസും ഇറാനും തമ്മിലുള്ള 3ാം ഘട്ട ആണവ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് സ്ഫോടനം. തുറമുഖത്തിലെ കണ്ടെയ്നർ യാർഡിലാണ് പൊട്ടിത്തെറിയുണ്ടായതെന്ന് കസ്റ്റംസ് അധികൃതർ വ്യക്തമാക്കി. ഇന്ധന ടാങ്കറുകളോ രാസവസ്തുക്കൾ നിറച്ച കണ്ടെയ്നറുകളോ പൊട്ടിത്തെറിച്ചതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. സ്ഫോടനം നടക്കുന്ന സമയം തുറമുഖത്ത് ധാരാളം തൊഴിലാളികളുണ്ടായിരുന്നു. പൊട്ടിത്തെറിക്ക് പിന്നാലെ വലിയ തോതിൽ തീയും പുകയും ഉയർന്നു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ തുറമുഖത്തിന് സമീപമുള്ള ചില കെട്ടിടങ്ങൾക്കും നിരവധി വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ഇറാനിലെ കണ്ടെയ്നർ നീക്കത്തിലെ സുപ്രധാന കേന്ദ്രമാണ് ഷഹീദ് രജി തുറമുഖം. മിസൈൽ ഇന്ധന കയറ്റുമതിയുടെ പ്രധാന കേന്ദ്രമായ അത്യാധുനിക കണ്ടെയ്നർ പോർട്ടാണിത്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ 20% കടന്നുപോകുന്ന പേർഷ്യൻ ഗൾഫിലേക്കുള്ള ഹോർമുസ് കടലിനടുത്താണ് ഈ തുറമുഖം. എണ്ണ സംഭരണത്തിനും പെട്രോ കെമിക്കൽ പ്രവർത്തനങ്ങൾക്കുമുള്ള അധിക സൗകര്യങ്ങളും ഇവിടെയുണ്ട്. നിലവിൽ എണ്ണ സംഭരണശാലയെ തീപിടുത്തം ബാധിച്ചിട്ടില്ലെന്ന് ഇറാനിയൻ പെട്രോളിയം വിതരണ കമ്പനി അറിയിച്ചു. 2020-ൽ ഇതേ തുറമുഖം വലിയ സൈബർ ആക്രമണം നേരിട്ടിരുന്നു. ഇസ്രായേലാണ് സൈബർ ആക്രമണത്തിന് പിന്നിലെന്നായിരുന്നു റിപ്പോർട്ടുകൾ. അതേസമയം സ്ഫോടനത്തിൽ പങ്കില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിട്ടുണ്ട്. തീ അണയ്ക്കുന്നതിനായി തുറമുഖത്തെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. സ്ഫോടനത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച ഇറാൻ ഭീകരാക്രമണ സാധ്യത ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. അപകടത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ അനുശോചനം അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.